ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമായണം കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ യാഗരക്ഷയ്ക്ക് വേണ്ടി വാൽമീകിയുടെ കൂടെ പുറപ്പെട്ടു. കൂടെ അനുജൻ ലക്ഷ്മണനുമുണ്ട്. താടകാനിഗ്രഹം നടത്തി. അതിനുശേഷം അഹല്യാദേവിക്ക് മോക്ഷവും കൊടുത്തു. ആ കഥകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. കേൾക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കണം. നമ്മുടെ ചാനലിലുണ്ട്, ചാനൽ കയറി നോക്കിയാൽ മതി. ഒരുപാട് ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും ഇത് കേൾക്കുന്നവരെ മനസ്സിലാക്കുക, എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടും. നിങ്ങൾ മാധവം എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കിട്ടും. ആ ചാനലിൽ എല്ലാ ദിവസവും നമ്മൾ കഥകൾ ഇടുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. എല്ലാവരും കേൾക്കണം. രാമായണം വായിക്കുന്നവരും വായിക്കാത്തവരുമൊക്കെ കഥകൾ കേട്ട് മുമ്പോട്ട് പോകുവാണെങ്കിൽ വായിക്കുന്നതിന് തുല്യമാണ് ശ്രവണം. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. അഹല്യാദേവിക്ക് ശാപമോക്ഷമൊക്കെ കൊടുത്ത് അഹല്യാദേവി ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചതിന് ശേഷം ഇവർ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുകയാണ്, മുനി, എങ്ങനെയാണ് ദേവേന്ദ്രന് ശാപമോക്ഷം ലഭിച്ചത്? കാരണം അഹല്യാദേവിക്ക് ശാപം കൊടുത്തപ്പോൾ കൂട്ടത്തിൽ ഗൗതമ മുനി ദേവേന്ദ്രനെയും കൂടെ ശപിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ദേവേന്ദ്രൻ്റെ ശാപം മാറിയത് എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ദ്രൻ ധാരാളം യാഗങ്ങൾ നടത്തി. അങ്ങനെ അശ്വമേധ യാഗം വരെ നടത്തി. ആ യാഗങ്ങളുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ആ ശാപങ്ങളുടെ ആ ദോഷമൊക്കെ മാറിയത് എന്ന് പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് 3 പേരും ഗംഗാനദീതീരത്ത് എത്തി. അവിടെ ഒരു തോണിക്കാരനുണ്ടായിരുന്നു, കൈവർത്തൻ. ഇവരെ 3 പേരെയും കണ്ടപ്പോഴേക്കും കൈവർത്തൻ ഭയന്നു മാറി ദൂരെ നിന്നു. ഉടനെ തന്നെ വിശ്വാമിത്ര മഹർഷി അടുത്തേക്ക് വിളിച്ചു. കൈവർത്തൻ 3 പേരെയും നമസ്കരിച്ചു. എന്നിട്ട് വിശ്വാമിത്ര മഹർഷി പറയുകയാണ്, കൈവർത്ത, ഞങ്ങൾ 3 പേരെയും ഗംഗയുടെ മറുകര കടത്തു. കൈവർത്തൻ ദയനീയമായി പറഞ്ഞു, പ്രഭോ, എൻ്റെ വഞ്ചി പഴകി ദ്രവിച്ചതാണ്. ഞാൻ തോളിലെടുത്ത് കടത്താം. 3 പേരും വരൂ. ഈ സുന്ദര പുരുഷന്മാരെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? കാൽ കൊണ്ട് തൊട്ടപ്പോൾ ശിലയ്ക്ക് മോക്ഷം കിട്ടിയെന്ന് കേട്ടു. പറയാൻ എനിക്ക് ഭയം തോന്നുന്നു. ശിലയ്ക്ക് മോക്ഷം നൽകിയ ആ തൃപ്പാദം കൊണ്ട് സ്പർശിച്ചാൽ എൻ്റെ പഴകി ദ്രവിച്ച തോണി ഒരു പുതിയ തോണിയായേനെ. ഈ രീതിയിൽ കൈവർത്തൻ ഭയന്നു വിറച്ചുകൊണ്ടാണ് വിശ്വാമിത്രനോട് പറയുന്നത്. ഇത് കേട്ട് 3 പേരും ആ തോണിയിൽ കയറി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇദ്ദേഹത്തെ പോലെ ദീനനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. രാമൻ ദയാപൂർവം നോക്കിയപ്പോൾ ആ ദിവ്യദൃഷ്ടി കൊണ്ട് കൈവർത്തൻ്റെ പഴകിയ തോണി രത്നമയമായ ഒരു തോണിയായി തീർന്നു. അവർ ഗംഗയുടെ മറുകര കടന്നു. രാമൻ ചോദിച്ചു, മിഥിലയ്ക്കിനി എത്ര ദൂരമുണ്ട്? ഉടനെ മുനി പറഞ്ഞു, രാമ, വേഗം നടന്നോളൂ, ഇനിയും 6 നാഴിക ദൂരമുണ്ട്. അങ്ങനെ 3 പേരും നടന്നു. തപോവനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുനിപത്നിമാർ പറഞ്ഞു, ഈ കൊച്ചുകുട്ടി എങ്ങനെയാണ് ഈ രാക്ഷസന്മാരെ, 3 കോടി രാക്ഷസന്മാരുണ്ടെന്നാണ് പറയുന്നത്, ആ രാക്ഷസന്മാരെ എങ്ങനെ നിഗ്രഹിക്കും? ഏത് പുണ്യവതിയായിരിക്കും ഇത്ര സുഹൃതം ചെയ്തിട്ടുണ്ടാവുക? ഈ രാമനെ ഗർഭം ധരിച്ച ആ സ്ത്രീയെപ്പറ്റിയാണ് പറയുന്നത്. ഏത് പുണ്യവതിയായിരിക്കും ഇത്ര സുഹൃതം ചെയ്തിട്ടുണ്ടാവുക? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ മഹർഷിമാർ പറഞ്ഞു, നോക്കൂ രാമ, ഇപ്പോൾ ബ്രാഹ്മണർ യജ്ഞം തുടങ്ങുന്ന കാലമാണ്. ഞങ്ങൾ യജ്ഞം ആരംഭിക്കുമ്പോൾ താടകാനന്ദനൻ രക്തവൃഷ്ടി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യാഗശാല അശുദ്ധിയാക്കുന്നു. ഞങ്ങൾക്ക് കോപിക്കാൻ പോലും കഴിയില്ലല്ലോ, ക്രോധം ധർമ്മലംഘനമാകും എന്ന് പറയുകയാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, പ്രഭോ, ഒരപേക്ഷയുണ്ട്. ഒട്ടും വൈകാതെ തന്നെ യാഗം ആരംഭിക്കുക. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ രാമൻ്റെ വാക്കുകേട്ട് മുനിമാരെല്ലാവരും ആഹ്ലാദത്തോടെ യാഗഭൂമിയിലേക്ക് പ്രവേശിക്കുകയും
യാഗം തുടങ്ങുകയും ചെയ്യുന്നു. മന്ത്രോച്ചാരണം തുടങ്ങി രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി രാമനും ലക്ഷ്മണനും യാഗശാലയ്ക്ക് പുറത്തു തന്നെ നിന്നു. മന്ത്രപ്രഭാവത്താൽ അഗ്നി സ്വയം ജ്വലിച്ചു. ഹോമപ്പുക ഉയരുന്നത് കണ്ട് രാക്ഷസന്മാർ പറഞ്ഞു, യജ്ഞം മുനിമാർ തുടങ്ങിക്കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്കവിടെ എത്തണം. 3 കോടി അസുരന്മാരെ നയിച്ചുകൊണ്ട് താടകാപുത്രനായ മാരീചൻ യാഗഭൂമിയിലേക്ക് എത്തി. എന്നിട്ട് യാഗം നശിപ്പിക്കാനായിട്ട് അവിടേക്ക് വരികയും ഭയങ്കരമായ രീതിയിലുള്ള ബഹളങ്ങളും ശല്യങ്ങളുമൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് സകല ദേവന്മാരും ആകാശത്ത് സന്നിഹിതരായിരുന്നു. അവർ രാമനോട് പറഞ്ഞു, മാരീചനെ കൊല്ലരുത്. കാരണം ശ്രീരാമൻ്റെ ജന്മോദ്ദേശം രാവണ നിഗ്രഹമാണ്. മാരീചനില്ലെങ്കിൽ സീതാ അപഹരണം നടക്കുകയില്ല. അതുകൊണ്ട് മാരീചനെ കൊല്ലരുത് എന്ന് ശ്രീരാമചന്ദ്രനോട് ദേവന്മാർ പറയുകയാണ്. അങ്ങനെ 10,000 അസ്ത്രങ്ങളാണ് ഈ അസുരന്മാരുടെ നേരെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും എയ്യുന്നത്. ശരപ്രവാഹത്താൽ അസുരന്മാരെല്ലാവരും മരിക്കുന്നു. അവസാനം മാരീചൻ്റെ നെഞ്ചിലേക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വജ്രബാണം അയച്ചു. മാരീചൻ്റെ മാറിടത്തിൽ വജ്രബാണം തറച്ച് ഒന്ന് കറങ്ങി വീണു. ചിറകുമുറിഞ്ഞ പക്ഷി താങ്ങിപ്പിടിച്ച് എഴുന്നേൽക്കുന്നത് പോലെ വേച്ചുവേച്ച് മാരീചൻ അകലേക്ക് പോയി. ഇത് കണ്ട് സന്യാസിമാരും ദേവന്മാരും ഒരുപോലെ സന്തോഷിച്ചു. കാരണം സന്യാസിമാർക്ക് തങ്ങളുടെ യാഗം നശിപ്പിക്കാൻ ഇനി മാരീചനില്ലല്ലോ, താടകയില്ലല്ലോ. താടകാനന്ദനാണ് മാരീചൻ. അപ്പോൾ താടകയും മാരീചനും ആ കൂട്ടത്തിലുണ്ടായിരുന്ന അസുരന്മാരെല്ലാവരും നശിച്ചു. അതുകൊണ്ട് ഇനി തങ്ങളുടെ യാഗം നന്നായി നടക്കും എന്ന് വിചാരിച്ചിട്ട് സന്യാസിമാരെല്ലാവരും സന്തോഷിച്ചപ്പോൾ മാരീചൻ മരിച്ചില്ലല്ലോ. ഭഗവാന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് മാരീചൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മോദ്ദേശം നടക്കുമല്ലോ എന്നോർത്ത് ദേവന്മാരും സന്തോഷിച്ചു. ഇപ്രകാരം ശ്രീരാമചന്ദ്രനും അനുജൻ ലക്ഷ്മണനും സന്യാസിമാരെയും അവരുടെ യാഗത്തെയും സംരക്ഷിച്ചു. താപസന്മാർ നിർവിഘ്നം യജ്ഞം നടത്തി കറുകവിത്ത് അർപ്പിച്ച് രാമനെ അനുഗ്രഹിച്ചു. ഫലമൂലങ്ങൾ ഉപഹാരമായി നൽകി. ആ രാത്രി അവർ തപോവനത്തിൽ കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ മുനിമാർ ഒരിടത്ത് ഒത്തുകൂടി. അവർ തമ്മിൽ പറഞ്ഞു, രാമൻ സാമാന്യമൊരു മനുഷ്യനല്ല. യജ്ഞീശ്വരനായ അവിടുന്നാണ് യാഗം നടത്തിയത്. ദശരഥൻ്റെ പുണ്യഫലമായി പിറന്ന അവിടുന്നുള്ളപ്പോൾ ഇനി രാക്ഷസന്മാരെ എന്തിന് ഭയപ്പെടണം? യജ്ഞ രക്ഷാർത്ഥം ശ്രീനാരായണൻ അവിടുത്തെ രൂപത്തിൽ അവതരിച്ചതാണ്. ജനക മഹാരാജാവിൻ്റെ വീര്യപരീക്ഷയെ നേരിടാൻ മറ്റാർക്കും കരുത്തില്ല എന്ന് പറഞ്ഞു. വിശ്വാമിത്രൻ അപ്പോൾ രാമനോട് പറയുകയാണ്, ശ്രീരാമ, മിഥിലയിൽ സീതാസ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണ്. ശൈവചാപം കുലച്ച് ഒടിക്കുന്ന വീരനാണ് ജാനകിയെ നൽകുക. ഇതാണ് പിതാവ് നിശ്ചയിച്ചിരിക്കുന്നത്. എത്രയെത്ര രാജാക്കന്മാർ വന്നു, ശൈവചാപം കണ്ട് തോൽവി സമ്മതിച്ചു പലായനം ചെയ്തു. കുമാരൻ്റെ വീരപരാക്രമങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ആ ചാപം 2 തുണ്ടമായി ഒടിക്കാൻ അവിടുത്തേക്ക് കഴിയും. ഉടനെ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, അനുമതി തന്നാലും ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങയുടെ ആജ്ഞ ആർക്കാണ് ലംഘിക്കാൻ കഴിയുക? അങ്ങനെ മഹർഷിയും ബ്രാഹ്മണരുമെല്ലാം ഒത്തുചേർന്ന് രാമനെയും കൊണ്ട് മിഥിലാപുരിയിലേക്ക് പോവുകയാണ്. ഹരേ കൃഷ്ണ. അടുത്ത ദിവസം നമുക്ക് സീതാ സ്വയംവരം വായിക്കാം. ഞാൻ പറയുന്നത്
എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നാമം ചൊല്ലണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കഥകൾ എല്ലാവരും കേൾക്കണം. ഇതിനു മുമ്പുള്ള കഥകളൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ചാനലിൽ പോയി നോക്കിയാൽ കഥകളൊക്കെ കിടപ്പുണ്ട്. അതെല്ലാം കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം. എല്ലാവരും ലൈക്ക് ചെയ്യുകയും വേണം. ഇന്ന് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും കൂടി ഇടുന്നുണ്ട്. അതായത് ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥ. സൂര്യവംശത്തിലാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ആ രാജാവിൻ്റെ കഥയും കൂടി ഈ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ആ കഥയും കൂടി കേൾക്കണം. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ കാണാത്തവരെല്ലാവരും അത് കാണണം. കൗസ്തുഭം വെജ് ഫുഡ്സ്, ധാരാളം വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ്. വളരെ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. 10-11 വീഡിയോ മാത്രമേ ഉള്ളൂ. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത നമുക്ക് ഭഗവാന് നൈവേദ്യമായി വെക്കാൻ പറ്റുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഇപ്പോൾ അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്കത് നമ്മളുടെ വിശേഷ ദിവസങ്ങളോ പിറന്നാളുകൾക്കോ ഒക്കെ നമുക്ക് വിളക്കിന് മുമ്പിൽ വെച്ച് ഭഗവാന് നേദിക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും സാധാരണ രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഭഗവാന് നേദിക്കാനായിട്ട് ഇപ്പം ക്ഷേത്രങ്ങളിൽ തന്നെ ആയാലും അകത്ത പൂജകൾക്കൊന്നും തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കാറില്ല. ഗുരുവായൂരമ്പലത്തിൽ നമ്മൾ ഊട്ടുപുരയിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ആ ആഹാരത്തിലൊന്നും തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ല. അപ്പം നമുക്ക് ഈ രീതിയിൽ ആഹാരം ഉണ്ടാക്കിയാൽ ഈ ആഹാരമൊക്കെ തന്നെ നമുക്ക് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അതും കൂടെ കണ്ട് ആ രീതിയിലൊക്കെ ഉണ്ടാക്കി നമ്മൾ ഭഗവാന് നൈവേദ്യം വെച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കഥകൾ കേൾക്കുന്നത് മാത്രം പോരാ. നിങ്ങളെല്ലാവരും വീട്ടിൽ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരെ കേൾപ്പിക്കണം. പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വലിയ പുണ്യമാണെന്നാണ് മഹർഷിമാർ പറയുന്നത്. കഥ കേൾക്കുന്നതും പറയുന്നതും പാപങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. ശ്രീരാമനാമം ജപിക്കുമ്പോൾ തന്നെ വലിയ പാപങ്ങൾ, ഗോഹത്യാ പാപം വരെ ഇല്ലാതാകും രാമനാമം ജപിച്ചാലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് രാമനാമം ജപിക്കുക, കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ചാനലിൽ എല്ലാവരും ഒരുപാട് കഥകൾ കിടപ്പുണ്ട്. നമ്മുടെ ചാനലിൽ കയറിയാൽ പ്ലേലിസ്റ്റിൽ കഥകളെന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്. ആ ഫോൾഡറിൽ ധാരാളം കഥകളുണ്ട്. അതുപോലെ തന്നെ നളദമയന്തിമാരുടെ കഥകൾ, അതിങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ സമയം കിട്ടുമ്പോൾ കേൾക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം, ഷെയർ ചെയ്യണം. അതൊന്നുമല്ല പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, നാമം ചൊല്ലണം. രാമനാമം എല്ലാവരും നിർബന്ധമായും ചൊല്ലണം. രാമായണം വായിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പറ്റുന്നവരൊക്കെ തന്നെ കുറേശ്ശേക്ക് ഒന്ന് വായിച്ച് ശീലിക്കുക. അല്ലെങ്കിൽ കഥകളെങ്കിലും കേൾക്കുക. ഹരേ കൃഷ്ണ.